PR ശിവശങ്കർ, ഇപ്പോൾ നമ്മൾ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പകുതി ഔദ്യോഗികമായും പകുതി അനൌദ്യോഗികമായും അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ UDFനെ സംബന്ധിച്ചും വയനാട് സീറ്റിൽ ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി കൃത്യമായ ഒരു വിവരം അറിയാനുള്ളത്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും പേരുകളൊക്കെ നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ച് ഇപ്പോഴും അന്തരീക്ഷത്തിൽ തപ്പുകയാണ് ആര് എവിടെ എന്നുള്ള കാര്യത്തിൽ. തൃശ്ശൂർ സീറ്റിന്റെ കാര്യത്തിൽ ഒഴിച്ചാൽ, അല്ലെങ്കിൽ തൃശ്ശൂർ മാറ്റിങ്കിലും ഒഴിച്ചാൽ ബാക്കി എവിടെ ആര് എന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല. ഇവരെ ഒരു ലാപ്പ് ഓടിക്കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയാൽ മതി എന്നാണോ? എനിക്ക് തോന്നുന്നില്ല പത്രദൃശ്യ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ഒരു തെറ്റായ ധാരണ അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായ ഒരു ഡീറ്റെയിലിംഗ് സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ട് വന്നിട്ടില്ല എന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട പ്രവർത്തകർക്കും അണികൾക്കും സ്ഥാനാർത്ഥികളെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു സംസ്ഥാന ഭരണ നേതൃത്വത്തിനെതിരെ ഉള്ള ഒരു ഭരണവിരുദ്ധ തരംഗം ഏറ്റവും ശക്തമായിട്ടുണ്ടാവും. ആ സമയത്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെക്കാൾ മികച്ചത്, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നേടാവുന്ന കുറച്ചുകൂടി സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തീർച്ചയായും ഞങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ പല സ്ഥലത്തും സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തൃശ്ശൂരെല്ലാം ഇപ്പോൾ നമുക്കറിയാം CPI എന്നൊക്കെ ധാരാളം പേര് BJPയിലേക്ക് വരുന്നു എന്നുള്ള ട്രെൻഡ് വരുന്നുണ്ട്. അപ്പോൾ ദ ലാസ്റ്റ് മിനിറ്റ് ട്രെൻഡ്, ഒരു മികച്ച സംഘടനാ നേതൃത്വവും അതുപോലെ തന്നെ സംഘടനാ ശേഷിയും നിരന്തരമായി 24/7 സംഘടന ചലിപ്പിക്കുന്ന BJPയെ പോലുള്ള അല്ലെങ്കിൽ NDA പോലുള്ള ഘടകകക്ഷികൾക്കും സംഘടനകൾക്കും എനിക്ക് തോന്നുന്നില്ല സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൂടുതൽ കിട്ടിയാൽ കൂടുതൽ നല്ലത്. ഏത് സ്ഥാനാർത്ഥിയാലും ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. ഇവിടെ അതല്ല പ്രശ്നം. മറ്റു സ്ഥാനാർത്ഥികൾ നേരത്തെ ഇപ്പം സ്ഥിരം പറയാറുണ്ട്, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു, അവർ മുന്നോട്ട് തുടങ്ങി. ഇത് 2019 ഇതേ വാദമുഖങ്ങൾ തന്നെയാണ് നമ്മൾ അഭിലാഷൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 2019 ഇതേപോലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു, 2014 പ്രഖ്യാപിച്ചു. ഇപ്പോൾ സമ്പത്തൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രവർത്തനത്തിൽ ഇറങ്ങിയ ആൾക്കാരാണ്. 2019 പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ മോശമായിരുന്നു. അവരുടെ ലിസ്റ്റൊക്കെ നമ്മുടെ അടുത്തുണ്ടല്ലോ. ഇപ്പോൾ ഇപ്പോൾ ഭരണത്തിലുള്ള ഏതാണ്ട് 5ഓളം മന്ത്രിമാർ ആ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. ബാലഗോപാൽ അടക്കം, ബാലഗോപാലും അതുപോലെ തന്നെ ഈ പറയുന്ന കൊല്ലത്ത് രാജീവും വാസവനും MP രാജേഷും എല്ലാ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഇത്തവണ നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ഭരണ നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ വികാരത്തെ ഓവർകം ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം LDFന്റെ നിരന്തരം അവർ നേരത്തെ പ്രഖ്യാപിക്കും, നേരത്തെ തോൽക്കും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വയനാടിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് അങ്ങോട്ട് ശ്രീ രാഹുൽ ഗാന്ധി വരില്ല എന്ന് തന്നെയാണ്. കാരണം CPMനേക്കാൾ കൂടുതൽ ശക്തമായി ബന്ധം CPI ആയിട്ട് അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് കോൺഗ്രസിനുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ തലത്തിൽ അവരുടെ ഏറ്റവും നല്ല സഖ്യകക്ഷിയിൽ ഒന്നായ CPIയെ വിഷമിപ്പിച്ചുകൊണ്ട് അവിടെ നിർത്താൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ആനി രാജ വന്ന സ്ഥിതിക്ക് അത് CPIക്ക് നേരത്തെ കൊടുത്ത ഒരു ഇൻഷുറൻസ്, ഒരു വാക്കായി ഞാൻ വിശ്വസിക്കുന്നു. അവിടെ രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു എഫക്റ്റ് പറയുമ്പോൾ അതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇത്തവണ UDFന് സാധ്യതയില്ല. ഇത്തവണ UDF അവരുടെ മത്സരിക്കേണ്ടത് അവരുടെ സംഘടനാപരമായും അവരുടെ രാഷ്ട്രീയപരമായ കാരണം കൊണ്ട് തന്നെയായിരിക്കും കേരളത്തിൽ. അതുകൊണ്ട് UDFനും വലിയ നേട്ടമുണ്ടാകാൻ സാധ്യതയില്ല ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഭരണപരമായി സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ വികാരം, കേന്ദ്രത്തിലാണെങ്കിൽ BJP സർക്കാർ തീർച്ചയായിട്ടും വരുമെന്നുള്ള വിശ്വാസം, അത് ഞങ്ങൾക്ക് തീർച്ചയായും ഗുണകരമാകാൻ സാധിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പോൾ സമ്പത്തൊക്കെ BJP സർക്കാരിൻ്റെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ അഴിമതിയെ സാർവത്രികമാക്കിയൊരു സർക്കാരാണ് സമ്പത്ത് ചെയ്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ചർച്ച ചെയ്ത അഴിമതി മാത്രമാണ്. സഹകരണ മേഖല തകർത്തത് നിങ്ങളാണ്, പട്ടിണി സാർവത്രികമാക്കിയത് നിങ്ങളാണ്, അതുപോലെ തന്നെ കർഷകരെ ദ്രോഹിച്ചത് നിങ്ങളല്ലേ, തൊഴിലാളികളെ ദ്രോഹിച്ചത് നിങ്ങളല്ലേ. KSRTC അടക്കം കണക്കം പറയണോ? കള്ളക്കടത്തിന് CPMന്റെ സംസ്ഥാന നേതാവിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ അകത്ത് കിടന്നിട്ട് അഴിമതിക്കും ഒക്കെ എതിരെ BJPക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് സമ്പത്തിനെ പോലുള്ളൊരു മാന്യനായ ഒരാൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് രാഷ്ട്രീയമായി പ്രയോഗിക്കുവാനുള്ള ആയുധങ്ങളില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വന്തം കുറ്റങ്ങൾ എടുത്തുകൊണ്ട് BJPക്കെതിരെ പറയുന്നതെന്ന് മനസ്സിലായി. ഒരു സംശയവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതൊരു വാട്ടർലൂ തന്നെയായിരിക്കും. അവർക്ക് മുന്നേറാൻ സാധിക്കില്ല. കോൺഗ്രസിൻ്റെ കാര്യവും രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ, കാരണം വയനാട് രാഹുൽ ഗാന്ധിയെ കൂടുതൽ വന്നേക്കണത് അവിടെ മറ്റേ
ബേലൂർ മഖന എന്ന ആനയായിരുന്നു എന്നാണ് ഞാൻ ഒരു തമാശ കേട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ബേലൂരും വയനാടും രാഹുൽ ഗാന്ധിയും തമ്മിൽ ചേരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.